The National Coordination Committee of Electricity Employees and Engineers കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി ടി.കെ. രാജൻ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അപമാനിക്കുവാനുള്ള കുൽസിത നീക്കമെന്നാരോപിച്ച് NCCO EEE കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ പ്രതിഷേധിച്ചു. കാസർഗോഡ് വൈദ്യുതി ഭവനിൽ CITU സംസ്ഥാന സെക്രട്ടറി ടി.കെ. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നൊന്നായി വിറ്റുകൊണ്ടിരിക്കുകയാണെന്ന് ഞാനിത് വെറുതെ പറയുന്നതല്ല, മനസ്സിലായിക്കോളും. ഇവിടുത്തെ ഐക്യസമരത്തിൻ്റെയും ഈ പ്രസ്ഥാനത്തിൻ്റെയും പ്രസക്തി ഈ വ്യവസായ സ്ഥാപന തൊഴിലാളിക്ക് അറിയും. പക്ഷെ അറിയാതെ കുറേ മണ്ടുമകളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അവരോടാണ് ഞാൻ പറയുന്നത്, വിറ്റു എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ നമുക്ക് വിൽക്കാൻ ലാഭം ഉണ്ടാക്കാൻ എങ്ങനെയാണ് ശ്രമിക്കുന്നത്? ₹1 ഫ്ലാറ്റ് ടിക്കറ്റ് 10 രൂപയായി. വെയിറ്റിംഗ് ഷെഡിൽ സൗജന്യമായി നമുക്ക് പോയി വിശ്രമിക്കാമായിരുന്നു. ഇപ്പം 45 രൂപ ഒരു മണിക്കൂറിന്. കമ്പാർട്ട്മെൻറ്റ് എണ്ണം കുറച്ചു. സ്ലീപ്പർ ക്ലാസിൻ്റെ എല്ലാം AC ആക്കി. കമ്പാർട്ട്മെൻറ്റിൻ്റെ എണ്ണം കുറച്ചു, സ്ലീപ്പർ ക്ലാസ്സിൻ്റെ എണ്ണം കുറച്ചു. AC ആക്കിയപ്പോൾ 3 ഇരട്ടി ചാർജ് കൊടുത്താലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്കുള്ള സൗജന്യം എടുത്തു കളഞ്ഞു. സീനിയർ സിറ്റിസണുള്ള സൗജന്യം കൊടുക്കുന്നതേ ഇല്ല. കോവിഡിന് ശേഷം ലാഭം ഉണ്ടാക്കിയാലേ വിൽക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഇപ്പോൾ തത്കാല ടിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം നിസ്സാരപ്പെട്ട പ്രശ്നമല്ല. റിസർവ് ചെയ്ത് വെക്കുകയാണ് ആദ്യം. ടിക്കറ്റ് ഇല്ല, തത്കാല റിസർവേഷൻ ഇല്ലെങ്കിൽ വെയിറ്റ് ലിസ്റ്റ് 115-ാമത്തെക്കാരനും ടിക്കറ്റ് കിട്ടും. അവിടെ കാര്യങ്ങൾ എത്തി. ഞാൻ സൂചിപ്പിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനം വെക്കുന്നത് മോഡിയുടെ അജണ്ടയാണ്. ഊർജം, വൈദ്യുതി ഇത് സ്വകാര്യവൽക്കരിച്ചാൽ പിന്നെ ഈ രാജ്യമില്ല. ഊർജമില്ലാത്ത വ്യവസായമില്ല, കൃഷിയില്ല, ഈ നാടില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷ ട്രേഡ് സംഘടനകൾ, ആഭ്യന്തര സംഘടനകളെല്ലാം ഗൗരവപൂർവ്വ വിഷയത്തെ ദേശീയാടിസ്ഥാനത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചത്. ഈ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരണം വിടുന്ന പ്രശ്നമേ ഇല്ല, എന്ത് വില കൊടുത്താലും ഞങ്ങൾ ചെറുക്കും. അങ്ങനെയാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി സ്മാർട്ട് മീറ്റർ നടപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മന്ത്രി നിങ്ങൾ നടപ്പാക്കില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ ആർജവം കാണിച്ച പ്രസ്ഥാനമാണ് ഈ സംയുക്ത പ്രസ്ഥാനം. നിങ്ങൾ മനസ്സിലാക്കിക്കോളും. ആര് ഭരിക്കുന്നു നോക്കിയിട്ടല്ല, അവിടെ ശരിയായ നിലപാടെടുത്തപ്പോൾ ആ തീരുമാനം നടപ്പിലായി. ഈ സ്ഥാപനം ഇതുപോലെ വരുന്ന നിൽക്കുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ BJP സർക്കാർ നടപ്പാക്കുന്ന നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായ സമരം വരുന്നു വരട്ടെ എന്നാണ് മാർച്ച് 10 തീരുമാനിച്ചത്. ആ സമരത്തിൽ പങ്കെടുക്കാൻ ആഹ്വാനവുമായി പോയ ഞങ്ങൾ പ്രിയപ്പെട്ട സഖാവ് ജയകൃഷ്ണനെ, ആ ജയകൃഷ്ണ സഖാവിനെയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ത്രീവിരുദ്ധനായി, മോശക്കാരനായി, BSN ഭാരതീയ ന്യായ സംഹിത ഏതാ വകുപ്പ് 79 പ്രതിയാക്കി. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഞാനൊരു കാര്യം പറയുന്നു നിങ്ങളോട്, ഭരണമാറ്റമുണ്ടായി. ഭരണമാറ്റത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ജനവിധിയെ ഞങ്ങൾ തള്ളിക്കളഞ്ഞില്ലല്ലോ. ഞങ്ങളാരും ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം OV രമേശ് അധ്യക്ഷത വഹിച്ചു. വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ജനാർദ്ദനൻ, വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സദർ റിയാസ്, ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം M ഭാസ്കരൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം K കൃഷ്ണൻ, കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KP രാമചന്ദ്രൻ, വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജലാലുദ്ദീൻ പ്രഭാകരൻ, വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പാമു ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ 2026 മാർച്ച് 10 രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച 2 മണിക്കൂർ ജോലി ബഹിഷ്കരണ സമരം രാജ്യത്തുടനീളമുള്ള വൈദ്യുതി തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധമായി മാറിയിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം, തൊഴിലാളികളുടെ അവകാശങ്ങൾ, ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കൽ എന്നിവ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ സമരത്തിന് കാസർഗോഡ് ജില്ലയിൽ വൻ പിന്തുണ ലഭിച്ചു. സമരത്തിന്റെ ഭാഗമായി സംഘടനയുടെ ആഹ്വാനമനുസരിച്ച് ജോലി ബഹിഷ്കരണത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറായിരുന്ന ജീവനക്കാരനെ പിന്തിരിപ്പിക്കുവാൻ നടത്തിയ ശ്രമത്തെ സംഘടനാ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്ത സംഭവത്തെ തുടർന്നാണ് KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU കാസർഗോഡ് ഡിവിഷൻ സെക്രട്ടറി A ജയകൃഷ്ണനെതിരെ രാഷ്ട്രീയ പ്രേരിതവും വസ്തുതാവിരുദ്ധവുമായ പരാതി ഉയർത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. ഭരണമാറ്റമുണ്ടായതിനു പിന്നാലെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രവർത്തകരെയും സർവീസ് സംഘടനാ നേതാക്കളെയും ലക്ഷ്യമിട്ട് നടക്കുന്ന പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് ഈ കേസിനെയും കാണേണ്ടതെന്ന് സംഘടന പ്രസ്താവിച്ചു.
ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടും വിവിധ തൊഴിൽ നിയമങ്ങളും ബാധകമായ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനകത്തെ സംഘടനാ പ്രവർത്തനങ്ങളെയും തൊഴിലാളി അവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളെയും പോലീസ് കേസുകളിലൂടെ നിയന്ത്രിക്കുവാനുള്ള ശ്രമം ജനാധിപത്യ അവകാശങ്ങൾക്കെതിരായ കടന്നുകയറ്റമാണെന്നും സംഘടന വ്യക്തമാക്കി. തൊഴിലാളികളുടെ ഭരണഘടനാപരമായ സംഘടനാ അവകാശങ്ങളെ പോലും സംശയത്തിന്റെ നിഴലിലാക്കുന്ന ഇത്തരം നടപടികൾ അംഗീകരിക്കുവാനാകില്ലെന്നും സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.